ഹായ് ഫ്രണ്ട്സ്, ഇത് എൻ്റെ രാവിലത്തെ ഒരു 9 മണി വരെയുള്ള ഒരു സമയത്തെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ കുട്ടികൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മോൾക്ക് വഴുതനങ്ങ ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്കത് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അവൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ടേ അവൾ പറയുന്നത് ഫ്രൈ ചെയ്യണമെന്ന്. അപ്പോൾ കുറച്ച് രാവിലെ തന്നെ ഒരു വഴുതനങ്ങ എടുത്ത് കട്ട് ചെയ്ത് അത്യാവശ്യം അതിനകത്ത് മഞ്ഞളും ഉപ്പും മുളകും പിന്നെ കുരുമുളക് പൊടി ഈ 4 ഞാൻ ഇടാറ്. അപ്പോൾ എന്നിട്ട് അരിഞ്ഞതിന് ശേഷം ഞാൻ എന്നിട്ട് കഴുകി എന്നിട്ട് അത് വെള്ളമൊക്കെ പോയതിന് ശേഷം അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ മസാലപ്പൊടികളൊക്കെ അത്യാവശ്യം ഇട്ട് അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരുപാട് നേരമൊന്നും വെക്കത്തില്ല. ഞാൻ മാക്സിമം ഒരു 5 മിനിറ്റൊക്കെ വെക്കത്തുള്ളൂ. അങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ ഞാൻ വെച്ചതിന് ശേഷം അത് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ഞാൻ ബട്ടറിലാണ് ചെയ്യാറ്. ഇതിപ്പോൾ അവൾക്ക് ലഞ്ചിന് സ്കൂളിലേക്ക് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് വേണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. അല്ലെങ്കിൽ ബട്ടറിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് നേരം അടഞ്ഞിരിക്കുമ്പോൾ ഒരു സ്മെല്ല് വന്നാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ പറഞ്ഞ കുരുമുളക് പൊടി ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. കാരണം മുളക് പൊടി നമ്മൾ ഇടുന്നുണ്ട്, കുരുമുളകും അതേ ഇതിലിട്ട് കഴിഞ്ഞാൽ എരിവ് കൂടുന്നുണ്ട്. കുരുമുളക് ഞാൻ കുറച്ചൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ടുള്ളൂ. അതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാ വഴുതനങ്ങയുടെ ലെയറിലേക്കും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മാക്സിമം ഇരുന്ന് കാണും. അപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ചട്ടി വെച്ചിട്ട് അത്യാവശ്യം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിനകത്ത് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒരു ചെറിയ ഫ്ലെയിമിൽ, ആദ്യം ഒരു ഹൈ ഫ്ലെയിമിലൊക്കെ നമുക്ക് ഇടാം. ആ മസാല പിടിക്കുന്ന വരെ മസാലയൊക്കെ പിടിച്ചൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്കത് പതുക്കെ ലോ ഫ്ലെയിമിലായിട്ട് നമുക്ക് ഇട്ടെടുക്കാൻ പറ്റും. ഇത് പാറു മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ. പാറു ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ. ആദ്യക്കൂട്ടന് ഒന്നില്ലെങ്കിൽ മുതിരയോ സാമ്പാറോ അങ്ങനെ എന്തെങ്കിലും പുളിശ്ശേരിയോ അങ്ങനെ വേണം. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് പുളിശ്ശേരിയാണ്, പഴം പുളിശ്ശേരിയാണ് അവന് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് അവന് പിന്നെ ഒരു ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ മുതിരയാണ്. അപ്പോൾ വീക്ക്ലി വൺസോ അല്ലെങ്കിൽ ട്വൈസാണ് ഞാൻ മുതിര വെക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് എന്നാൽ മുതിര വെച്ച് കൊടുക്കുക, എന്തായാലും ഇവളുടെ ഫേവറേറ്റിനെ ഉണ്ടാക്കാമല്ലേ. അപ്പോൾ അവൻ്റെ ഫേവറേറ്റും കൂടെ ആവട്ടെ വെച്ചിട്ട് ഞാൻ മുതിരയും കൂടെ ഒരു കുക്കറിനകത്ത് വിസിൽ ഒരു 5-6 വിസിൽ വേണ്ടിയിട്ട് 5-6 വിസിലൊക്കെ വെച്ച് വേവിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത് മാറ്റിയിട്ട് വേണം അതും കൂടെ വറുത്തിട്ട് അവനും അവൻ്റെ ഫേവറേറ്റും കൂടെ കൊടുക്കണ്ടേ. അപ്പോൾ ഇത് കണ്ട് അവളത് ആസ്വദിച്ചിരിക്കുന്നതാണ് കേട്ടോ. കാരണം അവളുടെ ഫേവറേറ്റ് ആയതുകൊണ്ട് അവളതൊക്കെ കാണാൻ വേണ്ടി അവിടെ അമ്മേനെ കയറ്റിയിരുത്ത് സ്റ്റവിൻ്റെ അടുത്ത് കയറ്റിയിരുത്ത് കൊണ്ട് എപ്പോഴും വരും. അവളുടെ ഫേവറേറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അവൾക്കത് ഉണ്ടാക്കുന്നത് കാണണം. അപ്പോൾ അവൾ സൈഡിൽ നിന്ന് ഓരോ സജഷൻസ് പറയുകയും ചെയ്യും. അങ്ങനെ അത് അത്യാവശ്യം മൂപ്പിച്ചൊക്കെ എടുത്തൊരു തുടക്കത്തിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും വഴുതനങ്ങ എല്ലാം പ്രത്യേകിച്ച് വേവിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു 5 മിനിറ്റ് ആയതിനു ശേഷമുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഞാൻ ഇട്ടിരിക്കുന്നത്. ഏകദേശം ഹൈ ഫ്ലെയിമിലിടുമ്പോൾ തന്നെ ഇത് അടി പിടിച്ചെന്ന് വിചാരിക്കേണ്ട. അത് ജസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങോട്ട് പോരും. വഴുതനങ്ങയിലേക്ക് തന്നെ പിടിച്ചത് ഇങ്ങോട്ട് പോരും, അടി പിടിക്കത്തില്ല ഒട്ടും. അങ്ങനെ ഇപ്പോൾ കണ്ടല്ലോ നന്നായിട്ടൊരു മുരിഞ്ഞ രീതിയിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു നന്നായിട്ട് തീ കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ഇരുന്നിട്ട് ഞാനത് ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആയി. പിന്നെ അതിനകത്തൊന്നും ചേർക്കാനൊന്നുമില്ല. നേരെ അത് ലഞ്ചിലേക്ക് ഞാൻ കൊടുത്തു വിടാൻ ചെയ്യത്തുള്ളൂ. പിന്നെ ആദ്യക്കൂട്ടനെ പിന്നെ മുതിര വറുത്തിടാനായിട്ട് ഞാൻ ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളിയും കൂടെ സമാസമത്തിലെടുത്തിട്ട് ഞാൻ കൊച്ചായിട്ട് അരിഞ്ഞ് വെച്ചേക്കുകയാണ് വറുത്തിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നന്നായിട്ട് മൂത്തൊരു ബ്രൗൺ കളറാവുന്നവരെ ഞാൻ മൂപ്പിക്കും, അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം വേറെ ഒന്നുമില്ല, മസാലപ്പൊടികളൊന്നുമില്ല, ജസ്റ്റ് ഒരു മുളക് പൊടിയും ഉപ്പും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. മഞ്ഞൾ പോലും ഞാൻ അതിനകത്ത് ഇടത്തില്ല. മുതിരയ്ക്കകത്ത് അവന് ഇഷ്ടമല്ല മഞ്ഞളൊന്നും ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ, വേറെ ഒന്നും കറിവേപ്പില പോലും ഇടുന്നില്ല. ജസ്റ്റ് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മൂപ്പിക്കുക, അതിനകത്തോട്ട് മുളക് പൊടിയും ഉപ്പിടുക, അത്രേ ഉള്ളൂ. അതിനുശേഷം ഇത് നമുക്ക് വേവിച്ചെത്തിരിക്കുന്ന മുതിര അതിനകത്തോട്ട് ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട്, ഇതിപ്പോൾ വെള്ളത്തോടെയാണ് ഇരിക്കുന്നത് കാരണം കുക്കറിൽ നമ്മൾ വേവിച്ചതാണല്ലോ. അപ്പോൾ അതിനുശേഷം കുക്കറിലത്തെ എല്ലാ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവും. അതിനുശേഷം പിന്നെ അത് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ പുഴുങ്ങണ സമയത്ത് നമ്മൾ അതിനകത്ത് മസാലകളോ അല്ലെങ്കിൽ ഉപ്പോ മഞ്ഞളോ ഒന്നും ചേർക്കാണ്ട് നേരെ നന്നായിട്ട് 2-3 തവണ കഴുകിയിട്ടാണ് വിസിലടിക്കാൻ വേണ്ടി വേവിക്കാൻ വെക്കുന്നത്. അതിന് ശേഷം നമ്മൾ പിന്നെ ഇതേപോലെ ബോയിൽ ചെയ്യുന്ന സമയത്താണ് ഉപ്പ് ആഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അത്യാവശ്യം ഉപ്പ് ഞാൻ നേരത്തെ ആഡ് ചെയ്ത പോലെ ഉപ്പിട്ടിട്ടാണ് നമ്മളത് വേവിച്ച് വെറ്റിച്ച്. അതിന് ശേഷം നമുക്ക് കൊച്ചുങ്ങൾക്കിത് പാക്ക് ചെയ്യുന്ന രീതിയും കൂടെ ഞാൻ കാണിക്കാമേ. ഞാനിവിടെ പാക്ക് ചെയ്യുന്നത്, പാറു കുറച്ച് ചോറ് കഴിക്കത്തുള്ളൂ, അവൾ അധികം കഴിക്കത്തില്ല. അപ്പോൾ അവൾക്കൊരു 1-1.5 ചട്ടകം ചോറ് ആ ഒരു ചോറും പാത്രത്തിൻ്റെ ഒരു ഇച്ചിരി ആണ് അവൾ കഴിക്കുള്ളൂ. വീട്ടിലാണെങ്കിലാണ് വൈകുന്നേരം നന്നായിട്ട് കഴിക്കും, കൊണ്ടുപോകുമ്പോൾ അത്ര അതിൻ്റെ ഭാഗത്തിനെ കഴിക്കത്തുള്ളൂ. പക്ഷെ ആദ്യം അങ്ങനെയല്ല, ആദ്യം കാണുന്ന പോലെയല്ല, അവൻ അത്യാവശ്യം ഭക്ഷണം അവന് ഫേവറേറ്റ് ആണെങ്കിൽ നന്നായിട്ട് കഴിക്കും. അപ്പോൾ അവൻ അത്യാവശ്യം
ഒരു അത്യാവശ്യം ആ ചോറും പാത്രത്തിൻ്റെ പകുതിയോളം ചോറാക്കിയിട്ടുണ്ട്. പിന്നെ അവന് കറി അതിനകത്ത് അച്ചാറില്ലാണ്ട് ചോറിനകത്ത് വേറെ കറികളൊന്നും വെക്കുന്നത് ഇഷ്ടമല്ല. അവനെല്ലാം സെപ്പറേറ്റ് പാക്ക് ചെയ്യുന്നതാണ് അവനിഷ്ടം. അപ്പോൾ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മുതിരയും കൂടെ ഞാൻ വറ്റിച്ച് ഇതേപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ സൈഡിൽ ആറാനായിട്ട് വെച്ചു. കാരണം നന്നായിട്ട് ഫാനിൻ്റെ ചോട്ടിൽ വെച്ച് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ അത് പാക്ക് ചെയ്യത്തുള്ളൂ. അതിനുശേഷം നമ്മുടെ മെയിൻ ഐറ്റം പാറുവിന് വേണ്ടിയിട്ടുള്ള ബ്രിഞ്ചാൾ ഫ്രൈയും കൂടെ ഞാൻ അവൾക്ക് പാക്ക് ചെയ്യണത്. ഫുള്ള് ഞാൻ കൊടുക്കത്തില്ല, കാരണം കുറച്ച് എരിവ് കൂടുതലുള്ളതുകൊണ്ട് ചിലപ്പോൾ അവൾക്ക് ഫുള്ള് ഇത് കഴിക്കാൻ പറ്റത്തില്ല. അവൾക്ക് എരിവ് വേണം താനും. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു പോർഷൻ മാത്രം അതിലേക്കോട്ട് വെച്ച്, പിന്നെ എത്രയായാലും മുതിര അവളുടെ ഫേവറേറ്റ് ആണ്, അതുകൊണ്ട് കുറച്ച് മുതിരയും കൂടെ അവളിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാണ് ഇവരുടെ 2 പേരുടെയും ലഞ്ച് ബോക്സിലോട്ട് വെക്കുന്നത്. ആദ്യക്കൂട്ടം പിന്നെ ബ്രിഞ്ചാൾ കഴിക്കത്തില്ല, അതുകൊണ്ട് അവൻ്റെയിലേക്ക് ഞാൻ വെക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ്. പിന്നെ അവന് അല്ലാതെ പുളിശ്ശേരി ഞാൻ അല്ലാതെ വേറെ ചെപ്പിനകത്താക്കി വേറെ വെക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കഴിക്കാനായിട്ടാണെങ്കിലും ഞാൻ ചോറ് ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ അതിനകത്തോട്ട് കുറച്ച് നെയ്യ് മെൽറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് അതും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വാട്ടവർ സാമ്പാറായാലും എന്ത് കറിയാണെന്നുണ്ടെങ്കിലും മുതിരയാണെങ്കിലും ഞാൻ കുറച്ച് ചോറിനകത്തോട്ട് കുറച്ച് ഗീ ആഡ് ചെയ്യും എപ്പോഴും. അപ്പോൾ അതും കുറച്ച് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിനകത്തോട്ട് നമ്മൾ മുതിര നന്നായിട്ട് വറ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതേപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ അതിനകത്തോട്ട് ഇട്ടിട്ട് ഇതാണ് നമ്മൾ രാവിലെ കൊടുക്കുന്നത്. രാവിലെ പിന്നെ 2 പേര് എഴുന്നേറ്റ് ഉടനെ പാല് കുടിക്കും. അതാണ് പിന്നെ വലിയ 8:45 എന്തായാലും 8:45 ആകുമ്പോഴത്തേക്കും പോവുകയും ചെയ്യും. അതുകൊണ്ട് വലിയ വിശപ്പ് രാവിലെ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഡിഷ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ടി വി ഒക്കെ കണ്ട് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചാനൽസിലുള്ള യൂട്യൂബ് ചാനൽസിലത്തെ വീഡിയോസൊക്കെ കണ്ട് അവരങ്ങനെ അതിൽ മുഴുകിയിരുന്ന് അത് ഫുൾ അവർ ഫിനിഷ് ചെയ്യുന്നുണ്ട്. 2 പേർക്കും ഫേവറേറ്റ് ആണ്. അത് അവരുടെ മുഖം കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ. അങ്ങനെ 2 പേരും അത്യാവശ്യം നന്നായിട്ട് ഈ എടുത്ത ചോറ് അത്യാവശ്യം എല്ലാവരും 2 പേരും മാറി മാറി കൊടുക്കും. ആദ്യം ഒറ്റയ്ക്ക് ആക്ച്വലി കഴിക്കും, പക്ഷെ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് നേരത്തെ വിടണമല്ലോ. അതുകൊണ്ട് അവന് വേണ്ടി വെച്ച് കൊടുക്കാനുള്ള ഒരു സാവകാശം എനിക്ക് കിട്ടത്തില്ല. ഇതാകുമ്പോൾ 2 പേർക്കും ഇഷ്ടമുള്ള സാധനം 2 പേർക്കും വേഗം വേഗം കൊടുക്കുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം പെട്ടെന്ന് കൊടുക്കും, അവർ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും. ഒറ്റയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ 2 പേരുടെ പെട്ടെന്ന് ഒന്നും കഴിയത്തില്ല. ഇതാകുമ്പോൾ ടി വി ഒക്കെ കണ്ട് അറിയാണ്ട് അങ്ങ് വേഗം വേഗം ഇറക്കി അതങ്ങ് ഫിനിഷ് ചെയ്തോളും. ഇനിയാണ് മെയിൻ പണി, ഇവളുടെ മുടി കെട്ടി കിടക്കുന്നത്. ഇവൾക്ക് മുടി കട്ട് ചെയ്യുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വളർത്താം എന്നുള്ള ചിന്തയിലാണ് വളർത്തിക്കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ എൻ്റെ ചിന്ത മാറുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് വെട്ടി കളയും. ഇപ്പം എന്തായാലും അവൾക്ക് മുടി കെട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം കൂടുതലില്ല എന്നാൽ നീളം കുറവും അല്ല എന്നുള്ള രീതിയിൽ ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പോണിട്ടയിലൊന്നും കെട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഒന്നില്ലെങ്കിൽ 2 സൈഡൊക്കെ കെട്ടാനുള്ള അത്യാവശ്യം ലെങ്ത്തുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ധൃതി പിടിച്ച് 2 പേർ റെഡിയാക്കണ സമയമായതുകൊണ്ട് അങ്ങനെ കെട്ടാനുള്ള സമയം കിട്ടത്തില്ല. ഒന്നാമത് അടങ്ങിയിരിക്കത്തുമില്ല അവൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഹാഫ് പോണിട്ടയിൽ എന്നുള്ള രീതിയിൽ ഫ്രണ്ടിലത്തെ ലെയർ മാത്രം എടുത്തിട്ട് നമ്മൾ ബണ്ണിട്ടിട്ട് അവിടെ ചിലപ്പോൾ റിബൺ കെട്ടും, ഇല്ലെങ്കിൽ യൂണിഫോമിൻ്റെ കളറുള്ള ബോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് വെക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം നമ്മൾ ധൃതി പിടിച്ചിട്ടാണ് നമ്മൾ മുടി കെട്ടി കൊടുക്കുന്നത്. സാധാരണ നമുക്ക് സമയമുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ 2 സൈഡിൽ ഞാൻ കെട്ടി കൊടുക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹാഫ് പോണി പോലെ എടുത്തിട്ട് ഞാനൊരു ബണ്ണിട്ടിട്ട് പിന്നെ ഒരു ബോ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം കൊണ്ട് പിന്നെ ഹെയർ ബോയ്സ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഈരി കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഓക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഹാഫ് പോണി പോലെ എടുത്തിട്ട് ഞാനൊരു ബണ്ണിടുക ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് ഞാൻ റിബൺ ഇട്ടില്ല, കാരണം ഇന്ന് വെനസ്ഡേ ആണ്. അതുകൂടാണ്ട് ഞാൻ പിന്നെ ബോ വയ്ക്കുന്നതുകൊണ്ട് എല്ലാം കൂടെ വേണ്ടല്ലോ എന്ന് വെച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ബണ്ണിട്ടേ ഉള്ളൂ. അവളുടെ ഒരുക്കൽ കഴിഞ്ഞു. ഇനി അത്യാവശ്യം അവൾക്കൊന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. മേക്കപ്പ് ആയാലും അവൾക്ക് കണ്ണെഴുതുന്നൊന്നും അത്ര ഇഷ്ടമല്ല. അവൾക്ക് കണ്ണെരിയും ഇറിറ്റേഷനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള മേക്കപ്പ് ഒന്നും അവൾക്ക് ചെയ്ത് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് നമ്മുടെ ഹിമാലയയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാജൽ വെച്ച് ജസ്റ്റ് ഒന്ന് പിരികം ഷെയ്ഡ് ചെയ്ത് കൊടുക്കും. ഓൾറെഡി പിന്നെ പൊട്ട് രാവിലെ തൊട്ടായിരുന്നു. അവന് ജസ്റ്റ് ഒന്ന് പിരികൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്ത്, എനിക്കും അത് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. ഒരുപാട് അങ്ങനെ കണ്ണെഴുതി കാജൽ അങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന അത്ര ഇഷ്ടമല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒരു ചന്ദനമോ കുങ്കുമോ തൊട്ട് കൊടുക്കത്തേ ഉള്ളൂ. പിന്നെ അല്ലാതെ പിന്നെ രാവിലെ കുളിപ്പിച്ച് കഴിയുമ്പോൾ ജസ്റ്റ് എന്തായാലും മോയ്സ്ചറൈസറും അവർക്ക് ഇട്ട് കയ്യിലും ബോഡിയിലൊക്കെ ഇട്ട് കൊടുക്കും. അതല്ലാതെ നമ്മൾ വേറെ അങ്ങനെ സ്കിൻ കെയർ ഇല്ല. അപ്പോൾ അങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ചന്ദനം ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കും, ഒരു കുങ്കുമവും തൊട്ട് കൊടുക്കും, അത്രേ ഉള്ളൂ. ഒന്നാമത് അതിനുള്ള സമയം കിട്ടത്തുള്ളൂ. ഒരു സ്പെഷ്യൽ ഒക്കേഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓണം സെലിബ്രേഷനൊക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാഷ്വലായിട്ടാണ് വിടുന്നത്. ആദ്യമൊക്കെയാണെങ്കിൽ അങ്ങനെ തന്നെ ഒരു ചന്ദനം തൊട്ട് കൊടുക്കും. പിന്നെ പിരികാൻ അധികം ഇല്ലാത്തതുകൊണ്ട് അതാണെങ്കിൽ ഞാൻ ജസ്റ്റ് കാജൽ വെച്ച് ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കും. ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നതല്ലാണ്ട് അത് അവന് ഇഷ്ടമല്ല. ആക്ച്വലി അവൻ്റെ ക്ലാസ്സിൽ പിള്ളേർ കളിയാക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവന് ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ഞാനത് ചെയ്ത് കൊടുക്കുന്നത്. അതിനവൻ പ്രശ്നമില്ല അവനത്. പിന്നെ ജസ്റ്റ് ഒരു ചന്ദനം, ഒരു ഗോപിക്കുറി പോലെ ഒരു ചന്ദനം, ഒരു കുങ്കുമം തൊട്ടെടുത്ത് അവൻ്റെ കാര്യം കഴിഞ്ഞു.
അത്രേ ഉള്ളൂ. If you're reading this now, odds are I've already left town. A few cities in between the new sky. അപ്പോൾ അത്രേ ഉള്ളൂ. അങ്ങനെ രണ്ടുപേരെയും ക്ലാസ്സിലൊക്കെ ആക്കി ഞാൻ തിരിച്ച് സ്കൂട്ടറിൽ തന്നെ വീട്ടിലോട്ട് വരും. അത്രേ ഉള്ളൂ എൻ്റെ മോർണിംഗ് റൂട്ടീൻ. താങ്ക് യു. If you're reading this now, odds are I've